നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോളിലെ മഹാരഥന്മാർക്കൊപ്പം നെയ്മറെ എണ്ണുന്നവരുണ്ട്. അദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിനോടൊപ്പം ഏറ്റവും അധികം ഗോളടിച്ച താരമെന്ന റെക്കോർഡ് പെലെയിൽ നിന്ന് സ്വന്തമാക്കിയ ആളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും വമ്പൻ കിരീടങ്ങളൊന്നും നേടിയിട്ടില്ല ബ്രസീലിനൊപ്പം. കോൺഫെഡറേഷൻ കപ്പ് നേടിയിട്ടുണ്ട് എന്നല്ലാതെ കോപ്പ അമേരിക്കയോ മറ്റോ ഒന്നും അദ്ദേഹത്തിന് നേടാൻ പറ്റിയിട്ടില്ല. വേൾഡ് കപ്പിലും കിരീട നേട്ടങ്ങളില്ല. അങ്ങനെ ഇരിക്കവെയാണ് കഴിഞ്ഞ ദിവസം റൊമാരിയോയുടെ പോഡ്കാസ്റ്റിൽ 2002 വേൾഡ് കപ്പ് ടീമിൽ റിവാൾഡോ, റൊണാൾഡീഞ്ഞോ ആ ഒരു ആർത്രയമുണ്ടല്ലോ, അതിൽ ആരെയായിരിക്കും നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ പീക്കിലാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക എന്ന് റൊമാരിയോ ചോദിച്ചപ്പോൾ റിവാൾഡോക്ക് പകരം ഞാനായിരിക്കും കളിക്കുക എന്ന് നെയ്മർ പറഞ്ഞു. അത് പിന്നെ വലിയ വിവാദമായി. റിവാൾഡോ തന്നെ അതിൽ പ്രതികരിച്ചു. ഒരിക്കലും തന്നെ റീപ്ലേസ് ചെയ്യാൻ നെയ്മറെ കൊണ്ട് ആ സമയത്ത് ആ വേൾഡ് കപ്പ് ടീമിൽ കഴിയില്ല എന്ന് റിവാൾഡോ പറഞ്ഞു. നെയ്മർ ആണെങ്കിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. അതായത് നെയ്മർ പറഞ്ഞത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുന്ന എല്ലാവരും 100% ഡെഡിക്കേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് തന്നെയാണ് കളിക്കുന്നത്. ചിലർ വേൾഡ് കപ്പ് നേടുന്നു, ചിലർ വേൾഡ് കപ്പ് നേടാതിരിക്കുന്നു. അതൊക്കെ ഫുട്ബോളിൻ്റെ പാർട്ടാണ് എന്ന് നെയ്മർ പ്രതികരിക്കുകയും ചെയ്തു. ഏതായാലും അതൊരു തർക്ക വിതർക്കങ്ങളിലേക്ക്, രണ്ട് ബ്രസീലിൻ്റെ സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള തർക്ക വിതർക്കങ്ങളിലേക്ക് പോയി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ നമ്മളും നോക്കുകയാണ് നെയ്മർ വേഴ്സസ് റിവാൾഡോ. വേൾഡ് കപ്പാണല്ലോ പ്രശ്നം. വേൾഡ് കപ്പിലെ പ്രകടനങ്ങളുടെ കണക്കും നോക്കുകയാണ്. റിവാൾഡോ വേഴ്സസ് നെയ്മർ നോക്കാം നമുക്ക്. റിവാൾഡോ 14 വേൾഡ് കപ്പ് മത്സരങ്ങളാണ് കളിച്ചത്. നെയ്മർ ആവട്ടെ ഇതുവരെ 13 വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. റിവാൾഡോ 2 ഫൈനൽ കളിച്ചിട്ടുണ്ട്. 98 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2022 വേൾഡ് കപ്പ് 2002 വേൾഡ് കപ്പ് ഫൈനൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേൾഡ് കപ്പ് ഫൈനൽ ഇതുവരെ നെയ്മർ കളിച്ചിട്ടില്ല, അത് ഓർക്കണം. എന്തായാലും റിവാൾഡോ 14 വേൾഡ് കപ്പ് മത്സരങ്ങളും നെയ്മർ ജൂനിയർ 13 വേൾഡ് കപ്പ് മത്സരങ്ങളുമാണ് കളിച്ചത്. റിവാൾഡോ 8 ഗോളുകളാണ് വേൾഡ് കപ്പിൽ നേടിയത്. നെയ്മറോ 8 ഗോളുകളാണ് നേടിയത്. റിവാൾഡോ 3 അസിസ്റ്റുകളാണ് വേൾഡ് കപ്പിൽ നൽകിയിട്ടുള്ളത്. നെയ്മറോ 3 അസിസ്റ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഇനി ഓരോ ഗോൾ കോൺട്രിബ്യൂഷനും എത്ര സമയമെടുത്തു? റിവാൾഡോ ഓരോ 115 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ നെയ്മർ ഓരോ 109 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്നതാണ് കണക്ക്. റിവാൾഡോ 30 കീ പാസുകൾ കൊടുത്തപ്പോൾ നെയ്മർ 42 കീ പാസുകൾ വേൾഡ് കപ്പിൽ കൊടുത്തിട്ടുണ്ട്. റിവാൾഡോയുടെ 48 ഷോട്ടുകളിൽ 18 എണ്ണമായിരുന്നു ഓൺ ടാർഗറ്റ് എങ്കിൽ നെയ്മർ വേൾഡ് കപ്പിൽ 56 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്. 29 എണ്ണം ഓൺ ടാർഗറ്റ് ആയിരുന്നു. സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകളുടെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ആകെ 30 ഡ്രിബിളിങ്ങുകളാണ് സക്സസ്ഫുൾ ആക്കിയിരിക്കുന്നത്. റിവാൾഡോ 45% ഡ്രിബിളിങ്ങിൻ്റെ സക്സസ് റേറ്റ്. നെയ്മർ ജൂനിയർ 45 ഡ്രിബിളിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ റേറ്റും 45% ഈക്വലാണെന്നർത്ഥം. ഫൗൾ സഫേർഡ് റിവാൾഡോ 40, നെയ്മർ 60. sofascore.comൻ്റെ റേറ്റിംഗ് കൂടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. റിവാൾഡോയുടെ വേൾഡ് കപ്പ് റേറ്റിംഗ് sofascore.com കൊടുത്ത് 7.49, നെയ്മറുടേത് 7.64. സോ കിരീടത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ റിവാൾഡോ 1, നെയ്മർ 0. ആ ഒരു കണക്കിലല്ലാതെ മറ്റൊന്നിലും റിവാൾഡോയേക്കാൾ പുറകിലല്ല നെയ്മർ എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.